പ്രൈസ് ലോർഡ്. ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഒരു പുതുവർഷം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുക. ഞാനിത് പറയുന്ന ഈ സമയം രാവിലെ 6 മണി സമയമാണ്. 6 മണി ആയില്ല. അപ്പോൾ ഒരു പുതുവർഷം കൂടി തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. നമുക്ക് ഓരോ ദിവസങ്ങളും ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം എത്ര ശ്രേഷ്ഠമാണ്. നമ്മൾ ദിവസങ്ങൾ ആചരിക്കുന്നില്ല, എന്നാൽ ഒരു വർഷത്തിന്റെ ആരംഭം എന്നുള്ളത് ബൈബിളിൽ തന്നെ വർഷത്തിന്റെ ആരംഭത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആചരിക്കുന്നില്ല എങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വർഷം കൂടി കർത്താവ് നൽകിയിരിക്കുക, ഒരു വർഷം കൂടി കടന്നു പോയിരിക്കുക. സംഭവകരമായ 2025 ഇനി മടങ്ങി വരാതെ വണ്ണം അത് മറിച്ചിലേക്ക് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഏതെല്ലാം വലിയ വലിയ അനർത്ഥങ്ങൾ കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്തെല്ലാം വലിയ വലിയ സംഭവങ്ങൾ കാണുകയുണ്ടായി. മാത്രമല്ല, നമ്മൾ കർത്താവിൻ്റെ വരവിലേക്ക് ഒരു വർഷം കൂടി അടുത്തിരിക്കുന്നു. ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ജാഗരൂകരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അന്ത്യകാലം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചെറുതായിട്ടുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗം മാത്രം ഞാൻ വായിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ തിമോത്തിയോസിനെ എഴുതുമ്പോൾ പറയുകയാണ്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അപ്പോൾ അന്ത്യകാലം എന്നുള്ളത് ഒരു വളരെ ഭയാനകമായ ദിനമായിരിക്കും എന്നാണ് ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ എഴുതിയ കാര്യമല്ല, ഇന്നേക്ക് 2000 വർഷം മുൻപ് എഴുതിയ കാര്യമാണ്. നോക്കുക, അങ്ങനെ കർത്താവിൻ്റെ ദാസൻ അന്ത്യകാലത്തെക്കുറിച്ച് അന്ന് പറയുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ ഇന്ന് നമ്മൾ ആ സമയത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പം അന്ത്യകാലം അത് എപ്പോഴാണ് ആരംഭിച്ചത്? അത് നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജഡാവതാരം എടുത്തത് മുതലാണ് അന്ത്യകാലം ആരംഭിച്ചതെന്നാണ് ഒരു സൂചന നമുക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്കറിയാം, എബ്രായ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോഴത്തേക്കും ദൈവം ആദിയിൽ ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ പുത്രൻ ഈ ലോകത്തിൽ വന്ന സമയം അന്ത്യകാലം ആരംഭിച്ചു എന്നാണ് ഒരു വിധത്തിൽ അവിടെ പൗലോസ്ലീഹ പറയുന്നത്. ഏകദേശം അതേ കാര്യം തന്നെയാണ് പത്രോസ്ലീഹായും തൻ്റെ 1 പത്രോസ് 1-ാം അധ്യായം 20-ാം വാക്യത്തിന്റെ അവസാനം വായിക്കുന്നത്, ഈ അന്ത്യകാലത്ത് അവൻ വെളിപ്പെട്ടെന്ന, അന്ത്യകാലത്ത് വെളിപ്പെട്ടവൻ. അപ്പോൾ കർത്താവ് ഈ ലോകത്തിൽ വെളിപ്പെട്ടപ്പോൾ അത് അന്ത്യകാലത്തിന്റെ ആരംഭമായിരുന്നു എന്നാണ് പത്രോസും ഇവിടെ പറയുന്നത്. അപ്പോൾ മാത്രമല്ല, പത്രോസ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ച ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, പെന്തക്കോസ്ത് നാളിൽ 12 തന്റെ കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂടെ നിന്ന് പത്രോസ് പറയുന്നൊരു കാര്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, നിങ്ങളോട് പറഞ്ഞു പോകാം. അതിന്റെ സാരാംശം മാത്രം ഞാൻ പറഞ്ഞാൽ മതിയല്ലോ, ബാക്കി നിങ്ങളത് നിശ്ചയമായിട്ടും വായിച്ചു നോക്കണേ. അവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യം, അപ്പം അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ന് പെന്തക്കോസ്ത് നാളിൽ നടന്നത് ഒരു അന്ത്യകാല സംഭവമാണ് എന്നാണ് പൗലോസ്ലീഹ യോവേൽ പ്രവചനം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. യോവേൽ പ്രവചനത്തില് അതിന്റെ 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പത്രോസ്ലീഹ അത് പറയുവാനായിട്ട് എടുക്കുന്നത്. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അതൊരു കൊട്ടേഷനിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം,
അപ്പോൾ അതൊരു പ്രവചന നിവൃത്തിയായിട്ടാണ് അവിടെ പത്രോസ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ നമ്മളായിരിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ ഇത് അന്ത്യകാലമാണെന്ന് അവിടെയും പത്രോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അപ്പോൾ ഇവിടെ അന്ത്യകാലത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞു, പത്രോസ്ലീഹ പറഞ്ഞു, ഒപ്പം യോഹന്നാൻ ശ്ലീഹായും യോഹന്നാൻ അപ്പസ്തോലനും പറയുന്നത് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നത്, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. നോക്കുക, അന്ത്യകാലമൊക്കെ കഴിഞ്ഞു അന്ത്യനാഴികയാകുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് യോഹന്നാനും ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം എല്ലാ കാര്യങ്ങളും. അപ്പം ഈ അന്ത്യകാലം അതിന്റെ പ്രത്യേകതകൾ ഒന്നെന്താണ്? അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചു, അല്ലെ? അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചു. അപ്പം ഈ പുത്രൻ അന്ത്യകാലത്ത് എന്ത് ചെയ്തു? പുത്രനോട് ലോകത്ത് വന്നപ്പോ താൻ ദൈവത്തെ വെളിപ്പെടുത്തി. അപ്പൊ അന്ത്യകാലം നമുക്കാർക്കും കാണാൻ കഴിയാത്ത, മനുഷ്യരാരും കാണാത്ത, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനായി ദൈവത്തെ പുത്രൻ ലോകത്തിന് വെളിപ്പെടുത്തി. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് അദൃശ്യനായ ദൈവത്തെ തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയത്. കാരണം അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു എന്നാണ് നമ്മൾ കൊളോസ്യർ 2:9 വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിനെ കണ്ടവർ ദൈവത്തെ കണ്ടു. ഫിലിപ്പോസിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് യോഹന്നാൻ 14:9 കർത്താവ് പറയുന്നുണ്ടല്ലോ, ഫിലിപ്പോസെ, ഞാൻ ഇത്ര നാളും നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും നിങ്ങൾ പിതാവിനെ കണ്ടില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതിന്റെ യോഹന്നാൻ 10:30 പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പൂർണ്ണമായിട്ടും അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത്, കർത്താവ് ഈ ലോകത്തിൽ വെളിപ്പെട്ടപ്പോൾ പുത്രൻ മുഖാന്തരം അന്ത്യകാലത്ത് ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ താൻ പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല, തന്റെ വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിന്റെ അവസാനം വായിക്കുന്നത്, അത് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരം ഉണ്ടാക്കിയ കാലമാണ്. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ത്യകാലത്ത് അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് നമുക്ക് നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തി. നമ്മൾ എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഞാനത് ഒന്ന് വായിക്കാം. 9:26 അവസാന ഭാഗം. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ അവിടെ ലോകാവസാനം അല്ലെങ്കിൽ യുഗ അവസാനം എന്നുള്ള നിലയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടം എവിടെ? അപ്പം അവിടുന്ന് പാപപരിഹാരമുണ്ടാക്കി എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട്, പാപത്തിന് വേണ്ടിയിട്ട് ഒരു പരിഹാര മാർഗം താൻ ഒരുക്കി. എപ്പോൾ? അന്ത്യകാലത്ത് താൻ ഈ ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ട് താൻ ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പം അന്ത്യകാലത്ത് അവൻ പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചു. അന്ത്യകാലത്ത് ദൈവം പുത്രനിലൂടെ തന്നെ വെളിപ്പെടുത്തി. അന്ത്യകാലത്ത് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരം ഉണ്ടാക്കിയ ഒരു കാലമാണ് അന്ത്യകാലം. അപ്പൊ അന്ത്യകാലം എല്ലാ നിലയിലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്ത്യകാലത്ത് ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? കുടുംബങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? സഭയുടെ അവസ്ഥ എന്തായിരിക്കും? ഭക്തി ജീവിതം എങ്ങനെയായിരിക്കും? ഇതേക്കുറിച്ചെല്ലാം നമുക്ക് തിരുവെഴുത്തിൽ വളരെ വ്യക്തമായിട്ടും കാണാൻ കഴിയും. ചിന്തിക്കുക, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ നമ്മൾ ദൈവവചനം തുറന്ന് വായിച്ചാൽ മതി. അതുകൊണ്ടല്ലേ നമ്മൾ യേശയ്യാ 34:16 വായിക്കുന്നുണ്ട്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അതിലെല്ലാം ഉണ്ടെന്ന്.
എല്ലാം ഉണ്ട്. നമ്മുടെ ഏതെല്ലാം സംശയ നിവാരണം വരുത്തണമെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്ന ഈ ബൈബിള് തുറന്നൊന്ന് വായിച്ചാൽ മതി. ഇന്ന് അനേകർക്കും ബൈബിള് വായിക്കാനായിട്ട് സമയമില്ല. അതിനുവേണ്ടി സമയം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. എന്നിട്ട് അവരെ സംശയങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അപകടം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായിരിക്കും ഈ അന്ത്യകാലം? നമ്മൾ ഇന്നായിരിക്കുന്നത് അന്ത്യകാലത്തിന്റെ, അന്ത്യവർഷത്തിന്റെ, അന്ത്യമാസത്തിന്റെ, അന്ത്യദിവസത്തിന്റെ, അന്ത്യമണിക്കൂറിന്റെ, അന്ത്യ സെക്കൻഡുകളിൽ, നമ്മൾ മിനിറ്റിന്റെ സെക്കൻഡുകളിൽ എത്തിയിരിക്കുക. ഏത് സമയത്തും നമ്മുടെ കർത്താവ് വരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഇതിനു മുൻപ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ തലമുറ കർത്താവിന്റെ വരവിന്റെ തലമുറയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ ലോകത്ത് നിന്നും എടുത്തു മാറ്റപ്പെടാൻ പോവുകയാണ്. ഇനി നടക്കാൻ പോകുന്ന വലിയ സംഭവം കർത്താവിന്റെ വരവാണ്. കർത്താവിന്റെ വരവിന്റെ 2 ആമുഖങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് രഹസ്യവരവും, 2 പരസ്യവരവുമാണ്. നമുക്കറിയാം, കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോഴും 2 പ്രാവശ്യമായിട്ടാണ്. നിങ്ങൾക്കറിയാം, ഒന്ന് താൻ ആ മറിയ കർത്താവിന് തൊടാൻ വന്നപ്പോൾ, മറിയ എന്നെ തൊടരുത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് താൻ പോയി മടങ്ങി വന്ന ശേഷം എല്ലാവരെയും തൊടുവാൻ പോലും അനുവദിച്ചു. അപ്പോൾ അന്താരവും ഒരു രഹസ്യ പോക്കും പിന്നെ ഒരു പരസ്യ പോക്കിൽ നമുക്കറിയാം, ഒലിവുമലയിൽ നിന്നും തന്റെ ശിഷ്യന്മാരുടെ കൺമുമ്പിൽ താൻ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തത്. അപ്പോൾ 2 പോക്കിലും 2 പോക്കുണ്ട്. ഇതുപോലെ വരവിലും 2 ഭാഗമുണ്ട്. ഒന്ന് തന്റെ സഭയെ ചേർക്കുവാനായിട്ടുള്ള മധ്യാകാശ വരവ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ചിലർക്ക് വാദവിവാദങ്ങളുണ്ട്. നമുക്ക് അവിടെ യാതൊരു വാദവിവാദവും ഇല്ല. അത് വളരെ ക്ലിയറായ കാര്യമാണ്. അപ്പോൾ കർത്താവ് തന്റെ സഭയെ ചേർക്കുവാനായിട്ട് വരുന്നു. അത് മധ്യാകാശം വരെ വരുന്നുള്ളൂ, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല. അവിടെ നമ്മൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ആയിരിക്കുന്ന. അപ്പോൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ മുൻഗണന ക്രിസ്തുവിൽ മരിച്ചവർക്കാണ്. ക്രിസ്തുവിൽ മരിക്കുന്ന ആരാ? അപ്പൊ അന്നുവരെ മരിച്ചവരെല്ലാവരും എഴുന്നേൽക്കില്ല, ക്രിസ്തുവിൽ മരിച്ചവർ മാത്രം. വളരെ വിലപ്പെട്ട കാര്യമാണ്. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ മരിക്കണം. അങ്ങനെയുള്ളവർ അവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം എന്ന് പറയുന്നത് സഭ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, അവരോട് ചേർന്ന് രൂപാന്തര ശരീരികളായി ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. എത്ര വിലപ്പെട്ട കാര്യമാണ് ഇത്! നമുക്കൊരു വലിയ പ്രത്യാശ എന്ന് പറയാൻ, നമ്മുടെ ഈ തലമുറയിൽ നടക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഇത്. ജനങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ തലമുറയിൽ അത് സംഭവിക്കും. അത് അധികം താമസിയാതെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കി ലോകത്തിന്റെ ഘടികാരത്തിൽ കർത്താവിന്റെ വരവിന്റെ സമയം എത്രമാത്രം അടുത്തു എന്ന് മനസ്സിലാക്കി നമ്മൾ ജാഗരൂകരായിരിക്കണം. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും അത് നടക്കാതിരിക്കുകയില്ല. മാത്രമല്ല, സമയം പോലും തെറ്റുകയില്ല. അതാ ഇതിന്റെ പ്രാധാന്യം. ഇതിനെല്ലാം കൃത്യമായ ഒരു സമയം കർത്താവ് നിയമിച്ചിട്ടുണ്ട്. ആ നിയമിക്കപ്പെട്ട സമയത്ത് തന്നെ കൃത്യമായിട്ട് അത് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം ഉത്സുകരായിരിക്കണം. ഇപ്പം കർത്താവിന്റെ വരവിന് മുൻപ് ഈ ലോകം ഒരുങ്ങേണ്ടതിന്റെ പലവിധ കാര്യങ്ങൾ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഒന്ന്, കർത്താവ് യെഹെസ്കേൽ പ്രവചനം 21-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ അവിടുന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്, അവിടുന്ന് രാജഭരണം അവസാനിപ്പിക്കും എന്നുള്ളതാണ്. രാജഭരണം, നിങ്ങൾ ആ വാക്യങ്ങളൊക്കെ മുഴുവൻ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. രാജഭരണം അവസാനിപ്പിക്കും. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ 625ഓളം പിന്നെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു നാടാണ് നമ്മുടെ ഈ ഭാരതം. നോക്കുക, അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും രാജഭരണം ഉണ്ടോ? ഇല്ല, അതെല്ലാം അവസാനിച്ചു. ചിന്തിക്കുക. അപ്പം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും രാജാക്കന്മാരുണ്ടോ? ഇല്ല. അപ്പോൾ അതെല്ലാം അവസാനിച്ചു. ഇതുപോലെ
ലോകത്തെമ്പാടും ഏകദേശം 198 രാജ്യങ്ങളുണ്ട്. അതിൽ ചില അറബ് രാജ്യങ്ങളിൽ ഉള്ളതായിട്ട് നമുക്കറിയാം. എന്നാൽ എല്ലായിടത്തും ഇല്ല എല്ലാം. അപ്പോൾ കർത്താവ് പറയാണ് അതെല്ലാം അവസാനിപ്പിക്കും. അപ്പം അങ്ങനെയുള്ള കിരീടധാരികളുടെ അവസാനം അത് സംഭവിച്ചു. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അന്ത്യകാല ജനങ്ങളുടെ സവിശേഷതയാണ്. അന്ത്യകാല ജനങ്ങളുടെ സവിശേഷത എന്തായിരിക്കും? നമ്മൾ ചിന്തിക്കണേ. ഒരിക്കലും നമുക്ക് ഇന്ന് പറയാല് ഇന്ന് നമ്മൾ കാണുന്നു, പക്ഷെ ഒരു 50 വർഷം മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റിയില്ല. അതുപോലെ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വായിച്ച നമ്മുടെ ആരംഭവാക്യത്തിന്റെ മുമ്പോട്ടുള്ള ഭാഗം 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കുമ്പോഴത്തേക്കും അന്ത്യകാലത്തെ ആ അവസ്ഥ, ഈ ലോകത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് വളരെ സവിസ്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം. എല്ലാ ഭാഗങ്ങളും നമ്മൾ വായിക്കുന്നില്ല, ഇത് അത്യാവശ്യമായതുകൊണ്ട് വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സങ്കടദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. നോക്കുക, നിങ്ങളത് വളരെ ശാന്തമായിരുന്നു വായിക്കണം. അവിടെ മനുഷ്യന്റെ അന്ത്യകാലത്തെ 19 നിലയിലുള്ള ദുഷിച്ച സ്വഭാവങ്ങളെ കുറിച്ചാണ് കാണുന്നത്. ഇതിന്ന് നമ്മൾ അനേക ദൈവമക്കളിൽ പോലും കണ്ടുകൊണ്ടിരിക്കുക. ചിന്തിക്കണം, എത്ര ഭയങ്കരമാണ് പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അല്ല വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളല്ലേ. പണത്തിന് വേണ്ടി ഒരു മകൻ അമ്മയോട് മദ്യപിക്കുവാൻ പണം ആവശ്യപ്പെട്ടു, കൊടുത്തില്ല, അമ്മയെ കഴുത്തറുത്ത് കൊന്നു. നോക്കുക, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. ജനങ്ങൾ ഏതെല്ലാം ഹീന കൃത്യങ്ങൾ, എങ്ങും ആരെയും വിശ്വസിക്കുവാൻ പറ്റാത്തൊരു കാലയളവ്, ഭീകരത നിറഞ്ഞ കാലയളവ്. ചിന്തിക്കുക, ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ നാട്ടിലൂടെ ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും ഏത് പെൺകുഞ്ഞിനും കടന്നുപോയാൽ ഒരു ശല്യവുമില്ല, ആരും ഒന്നും ചെയ്യത്തില്ല. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ധൈര്യമായിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? എത്രമാത്രം ഇതെന്താണ് നമ്മൾ പറയുന്നേ? നമ്മൾ അന്ത്യകാലത്തിന്റെ അന്ത്യഘട്ടങ്ങളിൽ എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ ന്യൂസുകളും അത് എന്താണ് നമ്മളവിടെ പറയുന്നത്? നമ്മൾ അന്ത്യത്തിന്റെ അന്ത്യത്തിലെത്തിയിരിക്കുന്നല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അന്ത്യകാലത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിന്റെ സംഭവങ്ങളെ ആകുമ്പോഴത്തേക്കും ദൈവസഭയുടെ അവസ്ഥ എന്തായിരിക്കും? ദൈവസഭയുടെ അവസ്ഥയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. 1 തിമോത്തി 4:1 നോക്കുക. അതും നമുക്കൊരു വലിയ ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്. 1 തിമോത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അവിടെ എന്താ വായിക്കുന്നേ? നമ്മൾ അന്ത്യകാലത്ത് എന്നാൽ ഭാവി കാലത്ത് നാം ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോസ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപ്പോൾ വിശ്വാസത്യാഗം സംഭവിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ നിന്നും ഉള്ള ഒരു വലിയ വ്യതിചലനമാണ്. സത്യമാർഗം ജനങ്ങൾ ഉപേക്ഷിക്കും. ചിന്തിക്കുക, എന്ന് പറഞ്ഞാൽ ഇന്ന് വേർപാട് ഉപദേശം ക്ലിയറായിട്ടും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുക. ഇന്ന് ലോക മനുഷ്യരെയും വിശ്വാസികളെയും കണ്ടാൽ
ഒരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം ലിപ്സ്റ്റിക്കും പുരട്ടി നെയിൽ പോളിഷും പുരട്ടി ആഭരണവും ഇട്ട് എന്ന് പറഞ്ഞാല് ലോകക്കാർ സംസാരിക്കുന്നത് പോലെയുള്ള ഭാഷണ ശൈലി നോക്കുക, വസ്ത്രധാരണം, എല്ലാത്തിലും അവര് ജാതികളുമായിട്ട് ദൈവത്തിന്റെ വചനത്തില് നമുക്കറിയാം, യിരെമ്യാപ്രവചനം 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത്. നോക്കണേ, എന്നാൽ ഇന്ന് ജനങ്ങൾ വിശുദ്ധന്മാർ എന്ന് പറയുന്ന ദൈവമക്കൾ എങ്ങനെയായിരിക്കുന്നു? ജാതികളുടെ വഴി പഠിക്കരുത്. നോക്കുക, ദൈവം പറയാ ജാതികളുടെ വഴി പഠിക്കരുത്. അപ്പോൾ ഇന്ന് എന്തില്ല? ഇന്ന് യഥാർത്ഥമായിട്ടുള്ള വേർപാട് നഷ്ടപ്പെട്ടു. അതിന് തക്കവണ്ണം ഉള്ള ദുരുപദേശങ്ങൾ വളരെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. നമ്മൾ ചിന്തിക്കണം, ദുരുപദേഷ്ടക്കന്മാരും ദുരുപദേശവും വളരെയധികം. 2 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. കണ്ടോ, ഇന്നതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ? എത്രമാത്രം ഇന്നത്തെ ലോകം ദൈവത്തെ വിട്ട് വിശ്വാസം ത്യജിച്ച് പാപത്തിന്റെ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തിരുവചനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, അപ്പോൾ അവര് എന്ത് ചെയ്യും? അവര് അന്ത്യകാല സഭയിൽ പോലും വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കുന്നു. കർത്താവ് എന്തിനു വേണ്ടി വിളിച്ച് വേർപെടുത്തിയോ ആ വേർപാട് ഉപദേശം, വേർപെട്ടിരിപ്പിൻ എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. വേർപെട്ടിരിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് അവരെ കൈക്കൊള്ളാൻ കഴിയുകയില്ല. എക്ലേസ്യ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം കർത്താവ് തനിക്ക് വേണ്ടി വേർതിരിച്ച കൂട്ടമെന്നാണ്. എന്നാൽ ആ കൂട്ടത്തിന്റെ വേർപാട് നഷ്ടപ്പെട്ടു. നോക്കുക, വേർപാട് നഷ്ടപ്പെടുത്തി. സത്യ ഉപദേശം, സത്യവചനം ഇന്ന് കൈക്കൊള്ളുവാൻ ജനങ്ങൾ തയ്യാറല്ല. അപ്പോൾ ഇതെല്ലാം അനേക കള്ള സഹോദരന്മാരിലൂടെ വരുന്ന കാര്യമാണ്, ദുരുപദേഷ്ടാക്കന്മാരിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പ് 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തില് 1 യോഹന്നാൻ 4:1, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് ശോധന ചെയ്യുവേൻ. കേട്ടോ, അപ്പോൾ നമ്മൾ ആത്മാവിനെ ശോധന ചെയ്യണം, ആത്മാക്കളെ നമ്മൾ ശോധന ചെയ്യണം. ജീവിത വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും നമ്മൾ സൂക്ഷിക്കണം. ഇന്ന് അനേകയിടങ്ങളിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ ഏത് യേശുവിനെയാണ് പ്രസംഗിക്കുന്നതെന്ന് നമ്മൾ വളരെ സൂക്ഷിക്കണം. അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ അങ്ങനെ തെറ്റായിരിക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ അന്ത്യകാലത്ത് അത് എത്രമാത്രം പെരുകിയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പുതുവർഷത്തിൽ വളരെ ജാഗരൂകരായിരിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവിനെ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. കണ്ടോ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. നോക്കുക, എന്ന് പറഞ്ഞാല് ക്രൂശില്ലാത്ത യേശു, യേശുവില്ലാത്ത ക്രൂശ്. നീ ഒന്നും കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തില്ല, നമുക്ക് പിന്നെ കഷ്ടമില്ല, ദുഃഖമില്ല, വേദനയില്ല. മാത്രമല്ല ഈ യേശു നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് പിന്നെ എന്താഗ്രഹിച്ചാലും അത് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ഇത്. അവിടെ ഒരുപാട് ചിരിയും കൊരയും ഛർദിയും ഇങ്ങനെയുള്ള അനേക പൈശാചികമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ അവിടെ എന്തോ വലിയ കാര്യങ്ങൾ നടക്കുന്നു, അതിന് ആത്മീയത കൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുക. നോക്കുക ദൈവമക്കളെ, നമ്മൾ ഈ അന്ത്യകാലത്ത് എത്രമാത്രം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം.
അപ്പോൾ നമുക്ക് ഓരോ നിലയിലും നമുക്ക് ഈ കാര്യങ്ങളെ വിവേചിക്കാനായിട്ട് കഴിയണം. നമ്മൾ അന്ത്യകാലത്ത് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ അന്ത്യകാലത്തെത്തി. ഇനി കർത്താവ് വീണ്ടും വരും. അതെന്തിനാ? അപ്പൊ ഒരിക്കൽ വന്നത് പിതാവിനെ വെളിപ്പെടുത്താനും പാപികളായ നമ്മളെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. എന്നാൽ ഇനി താൻ വരും. അത് ഈ ലോകത്തോട് പ്രതികാരം ചെയ്യാനാണ്. ആ പ്രതികാര വർഷം എന്നുള്ളത് കർത്താവിന്റെ ഒന്നാമത്തെ വരവിൽ കർത്താവ് പ്രസ്താവിച്ചില്ല. അതൊരു വലിയ ഒരു മുന്നറിയിപ്പാണ്. നമുക്കറിയാം, നമ്മൾ യേശയ്യാ പ്രവചനം 61 അധ്യായം അതിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ, യേശയ്യാ 61 1-2 വചനമേ, അവിടെ നമ്മൾ വായിക്കുന്നത് 61-ന്റെ 1-2, എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും. നമ്മുടെ ദൈവത്തിന്റെ പ്രതികാരം എന്നുള്ളത് കർത്താവിന് വായിക്കാൻ കൊടുത്തപ്പോൾ കർത്താവ് വായിച്ചില്ല. കാരണം ആദ്യത്തെ വരവിൽ കർത്താവിന്റെ ഉദ്ദേശം പ്രതികാരമല്ലായിരുന്നു. ഇവിടെ വായിച്ചു നിർത്തി. യഹോവയുടെ പ്രസാദ വർഷം അറിയിപ്പാൻ എന്നുള്ള ഭാഗം വന്നപ്പോൾ കർത്താവ് നിർത്തി. അതെവിടെയാണ് വായിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. ആ ഭാഗങ്ങൾ എടുത്ത് വായിക്കേണ്ടതും അത് ഗ്രഹിക്കേണ്ടതും എത്ര വലിയ കാര്യമാണ് ഇവിടെ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഈ ഭാഗം എടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ്. ദരിദ്രരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. കണ്ടോ, അവിടെ നിർത്തി. പ്രതികാരത്തെ കുറിച്ച് പറഞ്ഞില്ല. എന്നാൽ ഇനി കർത്താവ് വരുന്നത് പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ്. നോക്കുക, അതിന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് തന്റെ ജനത്തോട് ചെയ്യുന്ന ആ ഭയങ്കരമായിരിക്കുന്ന ആ മഹാപീഡനത്തിന്റെ അന്ത്യത്തിൽ കർത്താവ് യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി ആ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ കടന്നു വരുന്ന ഒരു വരവുണ്ട്. അതിന് നമ്മൾ സാധാരണ പറയുന്നത് എന്തുവാ? മേഘപ്രത്യക്ഷത അല്ലേ? താൻ വരുന്നത് എല്ലാവരും കാണും. അവനെ കുത്തി തുറച്ചവരെല്ലാവരും കാണും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണത്തക്ക നിലയിലുള്ള വരവാണ്. ആ വരവ് വിശുദ്ധന്മാരെടുക്കപ്പെട്ട ശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ലോകം ഇസ്രായേലിനോട് എത്രമാത്രം ശത്രുതയിലാണെന്ന് നമ്മൾ ഇന്നത്തെ ന്യൂസുകളിലെല്ലാം കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മൾ എത്രമാത്രം വിശുദ്ധന്മാർ, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ സഭ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാനുള്ള സമയം ഏറ്റവും ആസന്നമാണ്. ഈ ലോകം അത്രമാത്രം പാവപങ്കുലമായി പാവം പെരുകി ഒരു വല്ലാത്ത അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് നിൽക്കുക. അപ്പൊ നമുക്കറിയാം, അങ്ങനെയുള്ള സമയത്ത് ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാവും. അപ്പോൾ ഞാനത് ആ ന്യായവിധി ഉണ്ട്, അത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. അത് എപ്പോൾ സംഭവിക്കും? അതിനുള്ള എന്തെങ്കിലും ഒരു മുന്നറിയിപ്പുണ്ടോ എന്നുള്ള വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ ഇപ്പോൾ സമയത്തിന്റെ പരിധി നമുക്ക് നോക്കണമല്ലോ. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മൾ അന്ത്യകാലത്തിന്റെ അന്ത്യത്തിലെത്തി നിൽക്കുന്നു എന്ന കാര്യം നമ്മൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ പുതുവർഷത്തിൽ എല്ലാവരും ആത്മനിറവോടെ ജയാളികളായി ജീവിച്ച് കർത്താവിന്റെ വരവിനെ നമുക്ക് നോക്കി പാത്തിരിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.